ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഉലുവയിട്ട്, ഉലുവ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ആ ഓയിലിലേക്ക് ഉലുവ നീക്കിയിട്ടിട്ടുണ്ട്. ഉലുവയൊക്കെ പൊട്ടി ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഇട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാനായിട്ട് വെച്ചേ. അതിലേക്ക് 4 കാരിമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വഴളട്ടെ. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം. സവാള വഴണ്ട് വന്നപ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് അടച്ച് വയ്ക്കാം. കുറച്ച് കഴിഞ്ഞ് തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇളക്കാതിരുന്നാൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ ഇളക്കിയിട്ട് ഇളക്കി കൊടുക്കാറുണ്ട്. തുറന്നിട്ട് ഇളക്കി കൊടുക്കും. എന്നിട്ട് തക്കാളി ഇട്ടിട്ട്, തക്കാളിക്ക് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇടുള്ളൂ കേട്ടോ ചിക്കൻ കറിയിൽ. തക്കാളി 3-4 പീസ്, കുഞ്ഞു പീസാക്കിയ 3-4 പീസേ ഇട്ടിട്ടുള്ളൂ. അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് അത് വഴണ്ട് വന്നപ്പോൾ ചിക്കൻ അതിലേക്ക് പറക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഞാൻ ചിക്കൻ അതിലോട്ട് ഇടുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാറുണ്ട്. ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് ശേഷം ചെറിയ ഉള്ളിയും കൂടെ അതിലേക്കിട്ട് അടച്ച് വയ്ക്കും. ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി ഇറങ്ങിയിട്ട് വേവും. ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാല പൊടിച്ചതില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നീടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അത് ഈ വീഡിയോയിൽ മസാല ഇടുന്നതില്ല. പക്ഷെ മസാല ഇടാതെ എന്ത് ചിക്കൻ കറിയല്ലേ. മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് ചേർത്തിട്ട് ഞാൻ ഇതിലോട്ട് വെള്ളം വീത്തിയിട്ടില്ല കേട്ടോ. വെള്ളം ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെയാണ്. പൊടിയിട്ട് അത് നന്നായിട്ട് ചൂടായ ശേഷം തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം നന്നായിട്ട് ഒഴിച്ച് ഇളക്കി വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി റെഡി. ഇത്രയേ ഉള്ളൂ.